കെയ്റോ നഗരത്തിലൂടെ നടന്നു പോകുന്ന മനുഷ്യരുടെ സന്തോഷം കണ്ടിട്ടാണോ പള്ളി വിളക്കുകൾ ഇത്രയധികം നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഉല്ലാസയാത്രയ്ക്കും താമസിക്കാനും വേണ്ടിയാണ് സാധാരണയായി ഹൗസ് ബോട്ടുകൾ ഉപയോഗിക്കുന്നത് എങ്കിലും അതിനെ ആദായമാക്കുന്ന മറ്റ് മേഖലകളുമുണ്ട്. അതിലൊന്ന് ഈജിപ്തിൻ്റെ തനതായ കലാപരിപാടികൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള റെസ്റ്റോറൻറ്റുകളാണ്. നൈൽ നദിക്കരയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന നിരവധി ഹൗസ് ബോട്ട് താവളങ്ങളുണ്ട്. ആഹാരവും കഴിക്കാം, കലാപരിപാടികളും ആസ്വദിക്കാം. അങ്ങനെ ഞാൻ ദ ഫറോസ് എന്ന താവളത്തിലെത്തി. ദ ഫാറോസ് മോടി കൂട്ടാനായി പ്രതാപശാലികളായ ഫറോമാരുടെയും അവരുടെ കാവലാൾമാരുടെയും ചില ശില്പങ്ങൾ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഫറോസിൻ്റെ അകലക്കാഴ്ചയും ചന്തമേറുന്നതാണ്. കൊത്തുപണികളും ശില്പവിദ്യയും കൊണ്ട് ഫറോസിനെ മോടികൂട്ടാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് കെയ്റോക്കാർ. ഞാൻ പടിക്കെട്ടുകൾ താണ്ടി എൻ്റെ ഹൗസ് ബോട്ടിനെ ലക്ഷ്യമാക്കി നടന്നു. ആഹാരവും കഴിക്കാം, കലാപരിപാടികളും ആസ്വദിക്കാം. പുറത്ത് രാത്രിക്ക് കനം വെച്ചു വരുന്നു. നൈലിൻ്റെ ഓളപ്പരപ്പിലാണ് ബോട്ടെങ്കിലും രാത്രി വൈകി തുടങ്ങിയെങ്കിലും ഹൗസ് ബോട്ടിലെ റെസ്റ്റോറൻറ്റിൽ തീറ്റിയും കുടിയും പാട്ടും ഡാൻസും ഇതാ തുടങ്ങിക്കഴിഞ്ഞു. നീല വെളിച്ചം നിലാമഴ പെയ്യുന്ന ബോട്ടിനുള്ളിലെ ഭോജനശാലകൾ സജീവമായി. മറുവശത്ത് ഗിറ്റാറിൻ്റെ തന്ത്രികൾ പൊഴിക്കുന്ന ദ്രുത സംഗീതം ഒഴുകി. ചിലർ പാത്രങ്ങളിൽ തങ്ങൾക്കാവശ്യമുള്ള ഭക്ഷണവുമെടുത്ത് പാട്ട് കേൾക്കാനുള്ള ഓട്ടത്തിലാണ്. ഞാൻ നൈലിൻ്റെ നിശാസൗന്ദര്യം ഒന്നുകൂടി കാണുന്ന തിരക്കിലായിരുന്നു. നൈൽ ഈജിപ്തുകാർക്ക് എന്നും ദൈവമാണ്. ഇവരുടെ ജീവിതവും സംസ്കാരവും ഈ നദിയുമായി ബന്ധപ്പെട്ട് കിടന്നു. ഇന്ന് രാത്രി 2 നൃത്തങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്: ബെല്ലി ഡാൻസും ജന്ന ഡാൻസും. പാട്ടിന് താളം മുറുകിയതോടെ പതിവ് നർത്തകി നൃത്തം ചെയ്യാനെത്തി. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അവളുടെ മേനിയഴക് സഞ്ചാരികൾക്ക് ആവേശം പകർന്നു.
ഡാൻസർമാർക്ക് അവൾ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത നൃത്തത്തിന് വേണ്ട മുന്നൊരുക്കമാണ്. നേരത്തെ മൃദുചലനങ്ങളിൽ തുടങ്ങിയ നൃത്തം ഇപ്പോൾ പദന്യാസങ്ങളിൽ ദ്രുതതാളമായി. അംഗചലനങ്ങൾക്കും വാദ്യോപകരണങ്ങളുടെ താളത്തിനും വേഗത വർദ്ധിച്ചു. ഈജിപ്തിലാണ് ബെല്ലി ഡാൻസിന് തുടക്കം കുറിച്ചത്. ബെല്ലി ഡാൻസ് മിക്കപ്പോഴും ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. ശരീരവും മനസ്സും ഒരുപോലെ അർപ്പിക്കപ്പെട്ടതെന്നാണ് ബെല്ലി എന്ന ഈജിപ്ഷ്യൻ വാക്ക് അർത്ഥമാക്കുന്നത്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ ബെല്ലി ഡാൻസ് വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ പിന്നീട് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അവരവരുടെ താൽപ്പര്യങ്ങൾക്കും അഭിരുചിക്കും അനുസരിച്ച് ബെല്ലി ഡാൻസിന് പരിണാമം സംഭവിച്ചിട്ടുണ്ട്. ബെല്ലി ഡാൻസിൻ്റെ ക്ലാസിക്കൽ രൂപമാണ് യൂറോപ്പിൽ പ്രചരിച്ചിട്ടുള്ള ഓറിയന്റൽ ഡാൻസ്. ഈജിപ്തിൽ വളരെ പ്രചാരം നേടിയ ഈ നൃത്തം പഠിപ്പിക്കുന്നതിനായി നൃത്തവിദ്യാലയങ്ങൾ തന്നെയുണ്ട്. കൂടാതെ ഇതിനിരട്ടി ബെല്ലി ഡാൻസ് ഷോപ്പുകളും നിലവിലുണ്ട്. പിന്നീട് ഹോളിവുഡിൽ പ്രശസ്തകളായ നെവിനയും പ്രിൻസ് ഫർഹാനയും റൈച്ചൽ ബെല്ലയുമെല്ലാം വന്നത് ബെല്ലി ഡാൻസിൻ്റെ മാസ്മരിക വലയത്തിൽ നിന്നുമാണ്. ജന്ന ഡാൻസ് കളിക്കുന്ന ഈജിപ്ത് കലാകാരൻ മണിക്കൂറോളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ബാലൻസ് തെറ്റാതെ വളരെ ശ്രദ്ധയോടുകൂടി തൻ്റെ കലയെ അവതരിപ്പിച്ചു. അരങ്ങിൽ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞെത്തി. ചീട്ടിൽ കാണുന്ന ഡയമണ്ടിൻ്റെ ചിഹ്നങ്ങൾ തുന്നിപ്പിടിപ്പിച്ച് അതിനെ വ്യത്യസ്ത തരത്തിൽ കറക്കുകയാണ് അയാൾ. കയ്യിൽ വലിയ 4 വൃത്താകൃതിയിലുള്ള പാത്രങ്ങളും അതിൽ നിറയെ തുന്നൽപ്പണികളും. കാണാൻ ആകെക്കൂടി ചന്തമുണ്ട്. ജന്ന ഡാൻസ് എന്നാണ് ഈ നൃത്തരൂപത്തിൻ്റെ പേര്. കയ്യിലെ വർണ്ണപാത്രങ്ങളും അരയിൽ ചുറ്റിയിരിക്കുന്ന പ്രത്യേകതരം വസ്ത്രവുമാണ് ഈ നൃത്തത്തെ വേറിട്ടതാക്കുന്നത്. ബെല്ലി ഡാൻസിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ജന്ന. ധാരാളം പഴയകാല അമേരിക്കൻ സിനിമകളിൽ ജന്ന പ്രധാന ഇനമായിരുന്നു. കയ്യിലെ പൂപ്പാത്രങ്ങൾ ദൂരെ എറിഞ്ഞ് ആ കലാകാരൻ തൻ്റെ പരിപാടിയിൽ മനസ്സർപ്പിച്ച് നൃത്തം തുടരുകയാണ്. ഇത്രയധികം സമയം നിർത്താതെ കറങ്ങിയിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും മനസ്സിനും യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ശരീരവും മനസ്സും ഒരുപോലെ അർപ്പിച്ച് ഇത്രകാലം നടത്തിയ കഠിന പരിശ്രമങ്ങളും പരിശീലനങ്ങളുമാണ് ഈ കലാകാരനെ ഇത്രയും മനോഹരമായി നൃത്തം ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ഞാൻ ഊഹിച്ചു. ഒന്നോർക്കണം, കുട്ടിക്കാലത്ത് 2 or 3 തവണ കറങ്ങിയാൽ തലചുറ്റി വീഴുന്നവരാണ് നമ്മളിലധികം പേര്. ഇവിടെ ഇതാ ഒരാൾ മണിക്കൂറുകളോളം ചുറ്റിക്കറങ്ങിയിട്ടും യാതൊരു കുഴപ്പവുമില്ലാതെ സമനില പാലിച്ച് ജന്ന ഡാൻസ് ചെയ്യുന്നു.
ഇതിനിടെ അരയിൽ കെട്ടിയിരുന്ന വസ്ത്രത്തിൽ ഒരെണ്ണം അഴിച്ചെടുത്ത് വളരെ കൗതുകപൂർവം കറക്കിയെടുത്ത് ഒരു കൈക്കുഞ്ഞിനെ എന്ന പോലെ ഒക്കത്തെടുത്തു. ഇത്രയധികം സമയം മനോഹരമായ ഒരു നൃത്തം കണ്ടതിലും ഒരു മികച്ച കലാകാരനെ കാണാൻ സാധിച്ചതിലുമുള്ള സന്തോഷം എൻ്റെ ഇന്നത്തെ യാത്രയെ അവിസ്മരണീയമാക്കി. അടുത്ത ആഴ്ചത്തെ ലോക കാഴ്ചയിൽ മക്കാവു കാഴ്ചകളാണ്. ഹോങ്കോങ്ങിൻ്റെ അടുത്ത രാജ്യമായ മക്കാവുവിലേക്ക്. മക്കാവുവിലെ അപൂർവ കാഴ്ചകളിൽ ഒന്നാണ് ലോക കാഴ്ചകൾ, മക്കാവു കാഴ്ചകൾ മറക്കാതെ കാണുക.